ഇന്ന് പൊരിച്ച പത്തിരിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാത്ത രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. പൊരിച്ച പത്തിരിയും ചിക്കൻ കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല കോംബോ ആണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊരിച്ച പത്തിരിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കൂലേ, ആ ഒരു രീതിയിൽ പൊടി വാട്ടിയെടുക്കുക. അപ്പോൾ പൊടി വാട്ടാൻ വെച്ച വെള്ളത്തേക്ക് ഞാൻ ഉപ്പും അതേപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 3 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ, നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണ സാധാ അരിപ്പൊടി കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 സ്പൂണ് മൈദയും 1 സ്പൂണ് റാവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം, എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും നല്ല ജീരകം ഇട്ട് ചതച്ചെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂണ് കരിഞ്ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പത്തിരിക്കൊക്കെ പൊടി കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കുക. അങ്ങനെ നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് കുഴക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൽ വെള്ളം കൂടി പോവരുത് കേട്ടോ, വെള്ളം കൂടി കഴിഞ്ഞാലാണ് എണ്ണ കുടിക്കുക. പിന്നെ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ വെള്ളത്തിക്ക് വേണ്ട. വറുത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ വെള്ളം നല്ലോണം വേണ്ടി വരും. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. പിന്നെ ഞാനത് വലിയ 2 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ കുറച്ച് വലിപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിലുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ പാത്രം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പുറത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിപ്പം വേണം, അതേപോലെ തന്നെ കുറച്ചും കൂടെ കട്ടിയൊക്കെ വേണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം ഇത്ര കട്ടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിപ്പമൊക്കെ ഇത് തന്നെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പം വലുതാക്കി നമ്മൾ പരത്തിയെടുത്തതുകൊണ്ടേ ഇതേപോലെ കുറച്ചധികം തന്നെ അങ്ങനെ കട്ട് ചെയ്ത് കിട്ടും. അപ്പം അതേ രീതിയിൽ തന്നെ മറ്റേ ബോൾസും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആയി വരണമെങ്കിലും കുറച്ച് സമയം എടുക്കും. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഉൾവശമൊന്നും വെന്ത് കിട്ടൂല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും നല്ല കേട്ടോ, അതിലേറെ ഉണ്ടായിനും. നമ്മൾ 3 കപ്പ് അരിപ്പൊടി എടുത്തുകൊണ്ട് കുറച്ചും കൂടെ അധികം ഉണ്ടായിന് കേട്ടോ. അപ്പം കുറച്ചൊക്കെ മക്കൾ ഇതൊന്ന് കൊണ്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടേ. ചില ആൾക്കാരൊക്കെ ഇതുപോലെ തന്നെ ആവും ഉണ്ടാക്കല്. പിന്നെ ഇതിൻ്റെ കൂടെ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിനും, അതും കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ.